നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് പറ്റി? അല്ല, വയ്യായിക വല്ലതുമാണോ? എന്റെ സഹായം വല്ലതും വേണോ? വേണ്ട. പ്രദക്ഷിണം വെച്ച് വന്നപ്പോ പെട്ടെന്ന് എന്തോ ഒരു തളർച്ച പോലെ. അമ്മേ, അങ്ങോട്ടിരിക്കാം. വേണ്ട. കണ്ടിട്ട് നല്ല തളർച്ചയുണ്ടല്ലോ. ഞാൻ കുടിക്കാൻ വെള്ളം വാങ്ങിച്ചിട്ട് വരാം. അത് പറ്റില്ല. അമ്മേ, അമ്മേ, വെള്ളം കുടിക്കേ. ഈ ഗുളിക കൂടി കഴിക്കേ. നന്ദിയുണ്ട് മോനെ. അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? അന്ന് അമ്പലത്തിൽ നിന്ന് പട്ടുസാരിയുമായിട്ട് വന്ന അമ്മയല്ലേ? ആ സാരി എന്റെ ജീവൻ രക്ഷിച്ചത്. ആ നന്ദിയും കടപ്പാടും എനിക്ക് മറക്കാൻ കഴിയില്ല. അമ്മേ, അമ്മേ, എവിടേക്കാ? വയ്യാതെ എങ്ങോട്ടാ പോകുന്നെന്ന്? വേണ്ട, സുഖമില്ലാത്ത ആളല്ലേ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. അമ്മേ, ഈ വഴിയില് ഓട്ടോ കിട്ടാൻ പാടാ. വയ്യാത്തതല്ലേ? അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആക്കാം. അല്ലെങ്കിലും ഓട്ടോ കിട്ടാൻ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരും. അമ്മയുടെ മകനെ പോലെ കരുതിയാൽ മതി. വാ അമ്മേ. കേൾക്കും അമ്മേ. അമ്മ വരുന്നുണ്ട്. ചന്ദ്രു, നീ ഇതെവിടെ പോയതാ? ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയതാ. ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചപ്പോ ഒരു മനസ്സമാധാനവും ധൈര്യമൊക്കെ കിട്ടി. ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? എന്നാലും നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? നിന്നെ കാണാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഞാൻ അമ്മയ്ക്ക് ചായ ഇട്ടുകൊണ്ട് വരാം. തിരക്ക് കൂട്ടാതമ്മേ, എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. കാപ്പിക്കുള്ള പലഹാരങ്ങളും റെഡി ആയിട്ടുണ്ട്. അരി അടുപ്പത്തായിട്ടുണ്ട്. നന്നായി മോളെ. ഞാനില്ലെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ നീ നന്നായി നോക്കുന്നുണ്ടല്ലോ. എങ്ങനെ ഒരു മരുമോളെ കിട്ടിയത് എന്റെ മഹാഭാഗ്യം. എന്റെ ആ, എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ജോലിക്ക് പോണം. ലീവ് എടുക്കാന്ന് പറഞ്ഞതല്ലേ? ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അച്ഛൻ, ഒരു കാര്യം പറയാൻ മറന്നു. ഉം. അച്ഛന്റെ പരിചയക്കാരനായ ടെക്സ്റ്റൈലുകാരൻ വിളിച്ചിരുന്നു. ആ, അവരിപ്പോ ഹോം ഡെലിവറി തുടങ്ങിയിട്ടുണ്ടത്രേ. കല്യാണമാണെന്ന് അറിഞ്ഞിട്ടാ വിളിച്ചത്. ഡ്രസ്സുകളുമായിട്ട് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. എല്ലാവരുടെ പ്രായമൊക്കെ ചോദിച്ചു. എന്നെ വിളിച്ചിരുന്നു മോളെ.
ഞാനാ മോളുടെ നമ്പർ കൊടുത്തത്. അതെന്തായാലും നന്നായി മോനെ. ഉം. ആകെ 2-3 ദിവസം ഇനി കല്യാണത്തിനുള്ളൂ. അതിനിടയില് എല്ലാവരെയും കൂട്ടി തുണിക്കടയിൽ പോയാ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി കിട്ടും. പരിചയക്കാരനായതുകൊണ്ട് മാന്യമായ ഡിസ്കൗണ്ടും കിട്ടും. ഉം. പുറത്തുപോയി എടുക്കുന്നതിനേക്കാൾ വലിയൊരു തുക ലാഭിക്കുകയും ചെയ്യാം. നന്നായി മോളെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയും കണ്ടു നടത്താനുള്ള നിന്റെ മിടുക്കില്ലേ അമ്മയ്ക്ക് ബോധിച്ചു. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ഡാ, ആ നീ ഇങ്ങനെ ചുറ്റിയടിച്ച് നടന്നാ മതിയോ? വിവാഹത്തിന് ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കട്ടെ. എന്റെ അമ്മയെ ക്ഷണിക്കാൻ മറക്കല്ലേ. മാധവേട്ടൻ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ? ഒന്ന് വരൂ. ചന്ദ്രിക, എനിക്ക് വിശക്കുന്നുണ്ട്, 2 ദോശ ഇങ്ങെടുത്ത്. കല്യാണപ്പെണ്ണായി നീ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? നിനക്കെന്താ ഈ കല്യാണത്തിന് വല്ല താല്പര്യക്കുറവുണ്ടോ? ഏയ് ഒന്നുമില്ല ഏട്ടത്തി. ഞാൻ കാരണം അച്ഛനും അമ്മയും ആദ്യ കയറി നടക്കുന്നത് കാണുമ്പോ ഒരു സങ്കടം. അതൊന്നും സാരില്ല വന്ദനെ. മക്കളുടെ കല്യാണം ആവുമ്പോ എല്ലാ അച്ഛനമ്മമാരുടെ കാര്യം ഇങ്ങനെ തന്നെയാ. ഈ അനുഭവിക്കുന്ന ടെൻഷനും ഒരു തരത്തില് അവർക്ക് സന്തോഷ. കടമ നിറവേറ്റുന്നതിന്റെ സന്തോഷം. കഷ്ടകാലത്ത് എന്റെ ജീവിതം കരിപിടിപ്പിച്ച കൈകളായത്. കൈവിടില്ല ഒരിക്കലും. മാധവേട്ട, ഈ ആഭരണങ്ങൾ വെച്ച് തൽക്കാലം ഓഡിറ്റോറിയത്തിനും പാചകക്കാരനും അഡ്വാൻസ് കൊടുക്കാമല്ലോ. ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് പൈസ ടെക്സ്റ്റൈൽസ് എക്സിക്യൂട്ടീവിനും കൊടുക്കാം. ഈ വളകൾ ഞാൻ നിനക്ക് പിറന്നാൾ സമ്മാനമായിട്ട് തന്നതല്ലേ? അതിനെന്താ, പിറന്നാൾ ഇനിയും വരില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.